ഹായ് ഫ്രണ്ട്സ്, കുറേ കാലമായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. കുറച്ച് ദിവസം മുമ്പ് വീട്ടിൽ നിൽക്കാൻ പോയപ്പോഴത്തെ ഒരു കഥയാണ് കേട്ടോ അത്. പെട്ടെന്നുണ്ടായൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലോട്ടാണ് പോയത്. എൻ്റെ കൂടെ എൻ്റെ ഉപ്പയും ഉമ്മയും അതുപോലെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പിന്നെ മോള് അങ്ങനെയുള്ളായിരുന്നു കേട്ടോ. കിച്ചു ഇല്ലായിരുന്നു, കാരണം കിച്ചുവിന് 10th ആയതുകൊണ്ട് എപ്പോഴും സ്പെഷ്യൽ ക്ലാസ്സുകളും ട്യൂഷനും ഒക്കെ ആയതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല കേട്ടോ. നാടുകാണിച്ചുരം വഴി കേട്ടോ ഞങ്ങൾ കയറിയത്. അത്യാവശ്യം നല്ല കോട ഉണ്ടായിരുന്നു. എവിടെ പോവുകയാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ പോകുന്നതിൻ്റെ ആ ഒരു ത്രില്ലുണ്ടല്ലോ. അതായത് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന ആ യാത്രയാണല്ലോ, അതാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടാറുള്ളത് കേട്ടോ. അവിടെ എത്തുന്ന ഡെസ്റ്റിനേഷനേക്കാളിലും കൂടുതൽ എനിക്ക് അവിടെ എത്തിപ്പെടുന്ന ആ ഒരു യാത്രയുണ്ടല്ലോ, അതാണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. ചുരം കുറച്ചങ്ങ് കയറിയപ്പോൾ ടീ ടൈം ആയിട്ടോ. അതിപ്പോൾ ഇനി ടീ ടൈം അല്ലെങ്കിലും ചുരം കയറുമ്പം എപ്പോഴും ഒരു ചായ കുടിക്കൽ നിർബന്ധമാണ്. സത്യം പറയാച്ചാൽ കിച്ചു ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പ് അത്രക്കങ്ങ് വൈബാക്കാൻ പറ്റിയില്ല. ചുരം കയറിക്കഴിഞ്ഞ് അങ്ങോട്ട് പോകും തോറും നല്ല കോടയായിരുന്നു. ഡ്രൈവ് ചെയ്യാൻ തന്നെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. നമ്മൾ പോയത് ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റിസോർട്ടിലായിരുന്നു. അത് നമ്മൾ നേരത്തെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. ഇവിടെ കുറേ ഹട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ 2 A ഷേപ്പ്ഡ് ഹട്ട് ഉണ്ടായിരുന്നു. അത് രണ്ടുമായിരുന്നു നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഹട്ട് മാത്രമല്ല കേട്ടോ, ഇപ്പം നമ്മൾ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സാണ് വരുന്നത് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഡോർമെറ്ററികളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല, അവരിവിടെ തന്നെ എൻജോയ് ചെയ്തോളും. പിന്നെ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഏരിയാസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ടൂർ പോവുക അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവുക എന്നാലോചിക്കുമ്പോൾ റിസോർട്ടൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് എന്താ, പൂളുണ്ടോ എന്നുള്ളതാണല്ലേ. അതിന് പറ്റിയൊരു പൂൾ ഏരിയ അങ്ങനത്തെ ഒരു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പൂൾ ഏരിയ ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. പൂളിൻ്റെ ഫിൽറ്ററിങ്ങും അതുപോലെ ക്ലോറിനേഷനും അവർ പക്കാ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള പൂളായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത്. രാത്രിയായപ്പോൾ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ അത്. നല്ല അടിപൊളി ഡിന്നർ നമുക്ക് അവർ തന്നു കേട്ടോ. ഗീ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി, ചപ്പാത്തി, ഇതൊക്കെയായിരുന്നു ഡിന്നറിന് തന്നിരുന്നത്. രാവിലെ സാധാരണ ഇവിടെ നല്ല കോട ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് കോട കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്റ്റേജ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. പാട്ട്, ഡാൻസ്, അങ്ങനെ എന്ത് പരിപാടി വേണമെങ്കിലും നമുക്ക് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. നല്ല അടിപൊളി വെള്ളപ്പം, നൂൽപുട്ട്, പിന്നെ ഗ്രീൻ പീസ് കറി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങി. എനിവേ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി.
അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരും. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.